إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ കൃത്യമായി റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധാപൂർവം ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിൻ്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ അതിലെ 173-ാം വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലദീന ഖാല ലഹുമുൻ നാസ്, ചില ആളുകൾ ഇവരുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നന്നാസ ഖദ് ജമഉ, ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ വേണ്ടി സൈന്യത്തെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം. ഫസാദഹും ഈമാന,
ഫസാദഹും ഈമാന. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്, അതല്ലാതെ അവർ ഭയപ്പെട്ടു പോവുകയല്ല ചെയ്തത്. വഖാലു, വിശ്വാസികൾ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവനത്രേ. ഈ ആയത്തിൽ നിന്ന് 3 കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് പഠിക്കുവാനുള്ള പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, പല രൂപത്തിലുള്ള ഭീതിപ്പെടുത്തലുകളും പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പല രൂപത്തിലുള്ള വേവലാതികളും പല രൂപത്തിലുള്ള തർക്കങ്ങളും അത് ഇന്നോ ഇന്നലെയോ പുതുതായി ഉണ്ടായി വന്നതല്ല, മറിച്ച് കാലങ്ങളായി ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ആദ്യകാലം മുതൽക്കേ ഈ രൂപത്തിലുള്ള പല ഭയപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തലുകൾക്ക് പഴക്കമുണ്ട്. ഒന്നാമത്തെ പാഠം. രണ്ടാമതായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ഭയപ്പെടുത്തലുകളോ ഏതെങ്കിലും രൂപത്തിലുള്ള ആരോപണങ്ങളോ പ്രയാസങ്ങളോ ഭീതിപ്പെടുത്തലുകളോ വാക്കാലോ പ്രവർത്തനങ്ങളാലോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ അതിൽ ചൂളിപ്പോകാൻ പാടില്ല, മറിച്ച് ആ വിശ്വാസികളിൽ അത് മുഖേന ഈമാൻ വർദ്ധിക്കുവാൻ കാരണമാകുമെന്നുള്ളതാണ്. മൂന്നാമതായി ആ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം, ഒരു വിശ്വാസി അവന്റെ മനസ്സുകളിലും പ്രവർത്തനങ്ങളിലും അവന്റെ വാക്കുകളിലും ചിന്തകളിലും അടക്കം അവൻ അള്ളാന്റെ സംരക്ഷണത്തിനുള്ളവനാണ്, ഞങ്ങൾക്ക് രക്ഷകനായി അല്ല മാത്രം മതി, മറ്റൊരു സംരക്ഷകനും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ധീരമായ പ്രഖ്യാപനം, തവക്കുലിന്റെ വചനം വിശ്വാസികൾ അവരുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആത്മാർത്ഥമായ ഉദ്ദേശങ്ങളിലൂടെയും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാഠങ്ങളിൽ ഏത് ഭാഗത്താണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ശക്തവും ആത്മാർത്ഥവുമായ ഇഖ്ലാസോട് കൂടിയുള്ള ഈ നിലപാടുകളിലാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ല നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അവനക്ക് സാധിക്കും. എന്നാൽ ഈ 3-ൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും ഏറ്റക്കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഭയപ്പെടുത്തലുകളിൽ ഭീരുക്കളായിരിക്കാൻ മാത്രമേ വിശ്വാസികൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നിലവിലുള്ള സാഹചര്യത്തിനേക്കാൾ വളരെ പരിതാപകരമായ അവസ്ഥകളിലൂടെയാണ് ഇസ്ലാം ലോകം കടന്നു വന്നിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, ലോക ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആദ്യകാലം മുതൽക്കേ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നിട്ടുണ്ട്. എണ്ണത്തിലും വണ്ണത്തിലും വളരെ കുറവായിരുന്ന ഇസ്ലാമിന്റെ ആദ്യകാലം തൊട്ട് തന്നെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രതിയോഗികളുടെ ഭീഷണിയാലും യുദ്ധങ്ങളാലും മുസ്ലിമീങ്ങൾ മുഴുവനും എന്നോ തകർക്കപ്പെട്ട് നാമാവിശേഷമായി പോകേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പതറാതെ റബ്ബിന്റെ അപാരമായ തവക്കുലുകൊണ്ട്, റബ്ബിലുള്ള അപാരമായ തവക്കുലുകൊണ്ട് റബ്ബിന്റെ സംരക്ഷണത്തിൽ കടന്നു വന്നവരാണ് വിശ്വാസികൾ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ആ രംഗം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, വദ്കുറൂ ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർള്, നിങ്ങൾ വളരെ ഭൂമിയിൽ വളരെ ബലഹീനരായി നിങ്ങളെ ഗണിക്കപ്പെട്ടിരുന്ന, നിങ്ങളെ ചിന്തിച്ചിരുന്ന, വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം, വളരെ ദുർബലരായിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ട്. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ്, വണ്ണത്തിൽ വളരെ കുറവാണ്, ശക്തികൾ കൊണ്ട് വളരെ കുറവാണ്, ഈ ജനങ്ങൾ മുഴുവനും ഞങ്ങളെ അങ്ങ് തകർത്ത് കളഞ്ഞേക്കുമല്ലോ എന്നുള്ള ഒരു ഭയത്താൽ നിങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്ന കാലഘട്ടം ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത്വയ്യിബാത്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ആശ്രയം നൽകി. അല്ലാഹു നിങ്ങൾക്ക് ആശ്രയം നൽകി. അതുപോലെ തന്നെ അവന്റെ സഹായം കൊണ്ട്, റബ്ബിന്റെ അപാരമായ സഹായം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ പിൻബലവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ പിൻബലം നൽകുക മാത്രമല്ല, വറസഖകും മിനത്വയ്യിബാത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം മുട്ടിപ്പോകാതിരിക്കാൻ കൃത്യമായി നിങ്ങൾക്ക് ഭക്ഷണവും നൽകിയ അല്ലാഹ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ ഇസ്ലാം കടന്നു വന്നിരുന്ന സമയത്ത് യാതൊരു വിധത്തിലുമുള്ള പതർച്ചയിലേക്ക് വിശ്വാസികളെ തള്ളിയിട്ട് കൊടുക്കാതെ വിശ്വാസികളുടെ കാൽപാദങ്ങളെ ഉറച്ചു നിർത്തുന്ന രൂപത്തിൽ റബ്ബിന്റെ അപാരമായ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചരിത്രം നമ്മൾ മനസ്സിലാക്കണം.
ഈ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന മുസ്ലിം ലോകത്തിന്, വിശ്വാസികൾക്ക് അള്ളാഹ് നൽകിയ കാരുണ്യവും അനുഗ്രഹങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആയത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എന്തിനാണ് വിശ്വാസികൾക്ക് അല്ലാഹ് സംരക്ഷണം നൽകുന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്തെല്ലാം ഭീതിപ്പെടുത്തലുകൾ നമുക്ക് ചുറ്റുപാടുമായി നടക്കുന്നുണ്ട്. ലോകത്ത് സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ജനങ്ങളാലും പല രൂപത്തിലുമുള്ള ഭയപ്പെടുത്തലുകൾ ഇന്ന് ഈ സമകാലികമായ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനസ്സുകളിൽ ഈമാൻ നിറഞ്ഞു വരികയാണോ ചെയ്യുന്നത്? അതല്ല അവർ നമ്മളെ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്നുള്ള ഭയത്തോടെയാണോ ഇന്ന് മുസ്ലിം ലോകം കടന്നു പോകുന്നത്? ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഈ ഭയപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് റബ്ബിന്റെ പരീക്ഷണമാണ്. റബ്ബ് നമുക്ക് നൽകുന്ന പരീക്ഷണമാണ്, നമ്മുടെ ഈമാനിന്റെ അളവ് എവിടെയാണെന്ന് തിരിച്ചറിയാൻ. ഇതൊക്കെ കേട്ടിട്ട് പേടിച്ചു പോകുന്ന, വിറച്ചു പോകുന്ന, ഭീതിപ്പെടുന്ന ഒരു അവസ്ഥയാണോ നമുക്കുള്ളത്? ഈമാൻ ദുർബലമായി പോകുന്ന അവസ്ഥയാണോ നമുക്കുള്ളത്? അതല്ല നമ്മുടെ ഈമാനിൽ വർധനവ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈമാനിൽ വർധനവ് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥമായ വിശ്വാസിയാകാനും നിർഭയത്വത്തോടുകൂടി ജീവിക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, ഈ നിർഭയത്വം എന്ന് പറയുന്നത് റബ്ബിന്റെ അപാരമായ അനുഗ്രഹമാണ്. റബ്ബിന്റെ അപാരമായ അനുഗ്രഹമാണ് ഈ നിർഭയത്വം എന്ന് പറയുന്നത്. കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ആരെങ്കിലും ഒരാൾ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഉറക്കിൽ നിന്ന്, തന്റെ വിരിപ്പിൽ നിന്ന് സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ഒരാൾ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. മുആഫൻ ഫീ ജസദിഹി, തന്റെ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ, ശരീരത്തിനൊരു പ്രയാസവുമില്ലാതെ ആരോഗ്യവാനാകുന്ന രൂപത്തിൽ എങ്ങനെയാണോ തലേ ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങിയത് അതേപോലെ ഉഷാറായി തന്റെ വിരിപ്പിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇൻദഹു ഖൂതു യൗമിഹി, അന്നേ ദിവസം അവനക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം അവന്റെ വീടുകളിൽ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, അവൻ ഈ ദുനിയാവ് മുഴുവനും ലഭിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹം. പല ആളുകളും എന്തൊക്കെയോ പേടിക്ക് പിന്നാലെ, ഭയത്തിന്റെ പിന്നാലെ മനുഷ്യന്മാർ പോകുന്നത്. അവന്റെ ഈമാനിനെ ഒന്ന് രാഗി മിനുക്കിയെടുക്കാൻ പല ആളുകളും ശ്രമിക്കുന്നില്ല. ഇതുപോലുള്ള ആരെങ്കിലും എന്തെങ്കിലും എവിടെയൊക്കെ പടച്ചുവിടുമ്പോഴേക്കും അത് കേട്ടിട്ട് ഭയവിഹ്വലരാകുന്ന രൂപത്തിൽ കഴിഞ്ഞുകൂടാനല്ല വിശ്വാസികളെ അല്ലാഹ് പടച്ചത്. അവിടെ ക്ഷമിക്കുക, റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക, അവന്റെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കാനുള്ള പണികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ പണികൾ മുഴുവനും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വരെ പല രൂപത്തിലുള്ള സഹോദരങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, ഗസയിലും അതുപോലെ തന്നെ സുഡാനിലുമൊക്കെ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും മറ്റുള്ള സ്റ്റേറ്റുകളിലുമൊക്കെയായി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വലിയ സമാധാനത്തിലും നിർഭയത്വത്തിലുമാണ് എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി കിടക്കുന്നു, ഒരു പ്രയാസവുമില്ല. എന്താ നിന്റെ വിഷമം എന്ന് ചോദിച്ചാൽ ഇന്ന് കിട്ടിയ ലാഭത്തിന് അല്പം കുറവ് വന്നു എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് വിഷമമായിട്ട് പറയാനുണ്ടാവുള്ളൂ. സമ്പത്തിൽ എവിടെയെങ്കിലൊക്കെ ഒരു കുറവ് വന്ന വിഷമം മാത്രം. പക്ഷെ നിർഭയത്വത്തിന് അല്ലാഹ് യാതൊരു കുറവും നമുക്ക് വരുത്തിയിട്ടില്ല. സമാധാനപരമായി ജീവിക്കുന്നു. 1 മാസമോ 2 മാസമോ സുഭിക്ഷമായി കഴിഞ്ഞുകൂടാനുള്ള വകകൾ നമ്മുടെ അടുക്കളയിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. അതൊന്നും കുറിച്ച് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ഈ ഗസയിൽ ഈ പട്ടിണി കിടന്ന പിഞ്ചുമക്കൾ ഒരു നേരത്തെ വേണ്ട, ഒരു നേരം പോയിട്ട് ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി അവർ കാണിച്ചു കൂട്ടിയ വെപ്രാളങ്ങളും വേവലാതികളും എന്തൊക്കെയാണെന്ന് കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതല്ലേ നമ്മള്. പക്ഷെ എന്നിട്ടും റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ, നന്ദി കാണിക്കാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുറൈശികൾക്ക് അല്ലാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി നിർഭയത്വത്തെ പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്, അവർക്ക് വിശപ്പിന് പകരമായി കൊണ്ട് അല്ലാഹ് അവർക്ക് ഭക്ഷണം നൽകി. അതുപോലെ തന്നെ അവരുടെ ഭയത്തിന് പകരമായി കൊണ്ട് അല്ലാഹു അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി എന്ന് പറയാം. പ്രവാചകന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ചരിത്രങ്ങളിലും ദിവസങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയണം. ദുനിയാവില്
ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. ആഖിറത്തില് വിജയിക്കുന്ന ആളുകൾക്ക് എന്നെന്നും നിർഭയത്വമാണ്. പക്ഷേ ദുനിയാവിൽ നിർഭയത്വം കരസ്ഥമാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴികൾ സ്വീകരിക്കാനുള്ള മാർഗം നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. എന്താണ് ദുനിയാവില് നിർഭയത്വം കരസ്ഥമാക്കാൻ, സമാധാനം നേടിയെടുക്കാൻ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്ന മാർഗം എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് പറയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, ഒരാൾ വിശ്വാസിയായി. നമ്മളൊക്കെ പറയുന്നുണ്ട് ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസികളാണെന്ന്. ആരോടെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ വിശ്വാസിയല്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയോ? നമ്മളൊക്കെ വിശ്വാസികളാണ്. ഇനി വിശ്വാസികളായി കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ ബാധ്യത എന്താണ്? വലം യൽബിസു ഈമാനഹും ബിളുൽമൻ, തങ്ങളുടെ ഈമാനിൽ, തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഉലൈക ലഹുമുൽ അംന്, അങ്ങനെ ഈമാനിൽ അന്യായം കൂട്ടിക്കലർത്താതെ യഥാർത്ഥമായ വിശ്വാസിയായിക്കൊണ്ട് ജീവിതത്തെ നേരിടുന്നവനാരുണ്ടോ അത്തരത്തിലുള്ള ആളുകൾക്കാണ് യഥാർത്ഥമായ നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ മാത്രമാണ് നേർമാർഗം പ്രാപിച്ചവർ. എന്താണ് ഈ ളുൽമ്, അന്യായം തന്റെ ഈമാനിൽ കടത്തിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ? യഥാർത്ഥമായ ഈമാൻ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും ഇല്ല. റബ്ബ് മാത്രമാണ് എനിക്ക് സഹായിയായിട്ടുള്ളവൻ. എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗത്തെ സുഖപ്പെടുത്തുന്നവൻ അള്ളയാണ്. എനിക്ക് പ്രയാസങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ അതിനെ തരണം ചെയ്യാൻ എന്നെ സഹായിക്കുന്നവൻ അള്ളയാണ്. എനിക്ക് എന്തെല്ലാം വേവലാതികളോ സങ്കടങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ നീക്കിത്തരാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. റബ്ബിനല്ലാതെ എൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ, എൻ്റെ പ്രതിസന്ധികളെ നീക്കം ചെയ്യാൻ ഒരു മനുഷ്യനോ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു ജിന്നിനോ ഒരു മലക്കിനോ ഒരു ബീവിക്കോ ഒരു ബാവയ്ക്കോ ഒരു തങ്ങനോ ഒരു ഷെയ്ഖിനോ ഒരു ഉസ്താദിനോ ആർക്കും എന്തെങ്കിലും ഒന്നിനോ ഏതെങ്കിലും ഒന്നിനോ സാധിക്കില്ല എന്നുള്ള ഷഹാദയിൽ ഉറച്ചു ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എപ്പോഴെല്ലാം മനുഷ്യൻ ആ ഷഹാദയെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ആ മനുഷ്യൻ അമ്നിലായിരിക്കും, നിർഭയത്വത്തിലായിരിക്കും എന്നുള്ളതാണ്. റബ്ബിനോടുള്ള കരാറിൽ എപ്പോഴെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ നിർഭയത്വം അതോടുകൂടി അവസാനിച്ചു പോകും. ഒരു രാജ്യത്തെ, ഒരു ഗ്രാമത്തെ അള്ളാഹു ഉദാഹരണമായി പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? വളറബല്ലാഹു മസലൻ ഖറിയ, ഒരു രാജ്യത്തെ അള്ളാഹ് ഉപമയായിക്കൊണ്ട് എടുത്തു കാണിക്കുകയാണ്. എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? കാനത്ത് ആമിനതൻ മുത്മഇന്നതൻ, ആ രാജ്യം സുരക്ഷിതവും ശാന്തവും ആയിരുന്നു. യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ, ആ രാജ്യത്തിലേക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷണങ്ങളും ആ രാജ്യത്തിലേക്ക് മറ്റുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം കൃത്യമായി വന്നുകൊണ്ടിരുന്നു. യാതൊരു വിധത്തിലുമുള്ള ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ഇല്ലാതെ സുഭിക്ഷമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു രാജ്യം. ഈ ശാന്തതയിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ആ രാജ്യത്തെ ഉപമയായിക്കൊണ്ട് അള്ളാഹ് എടുത്തു പറയുകയാണ്, ഫകഫറത് ബിഅൻഉമില്ലാ, എന്നിട്ട് അവരെന്ത് ചെയ്തു? അള്ളാന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കളഞ്ഞു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ, റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തള്ളിത്തെറിപ്പിച്ചുകൊണ്ട്, റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ തെമ്മാടികളായി ധിക്കാരികളായി ആ ജീവിച്ചു പോയ ആളുകളുണ്ടല്ലോ, ഈ രാജ്യക്കാർക്ക് അല്ലാഹ് വിശപ്പിന്റെയും ഭയത്തിന്റെയും ഉടുപ്പ് അവരെ അണിയിപ്പിച്ചു എന്നുള്ളത് അവരുടെ സമാധാനവും സന്തോഷവും നിർഭയത്വവും അല്ലാഹ് എടുത്തു കളഞ്ഞു. വലിയ ഭീതിയിലും പ്രതിസന്ധിയിലും വിശപ്പിലും ദാരിദ്ര്യത്തിലുമാക്കി ആ രാജ്യത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാ. എപ്പോ? റബ്ബിനോട് ധിക്കാരം കാണിച്ചപ്പോ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ ആ അനുഗ്രഹങ്ങൾക്ക് വിപരീതമായി കൊണ്ട് നന്ദി കാണിക്കേണ്ടുന്നതിന് പകരമായി നന്ദികേട് കാണിച്ചപ്പോ അവരുടെ നിർഭയത്വം അല്ലാഹ് എടുത്തു കളഞ്ഞു, സമാധാനം അല്ലാഹ് എടുത്തു കളഞ്ഞു. വിശപ്പിന് അവർക്ക് ഭക്ഷണത്തിന് പകരമായിക്കൊണ്ട് ദാരിദ്ര്യം അവർക്ക് നൽകി ആ രാജ്യത്തെ നശിപ്പിച്ചു കളയാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിർഭയത്വത്തിന് എവിടെയെങ്കിലും ഏറ്റക്കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമാധാനത്തിന് എവിടെയെങ്കിലും വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ,
നമുക്കൊരു സന്തോഷത്തോടു കൂടി ജീവിതത്തെ നേരിടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പം നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്നതിൻ്റെയാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഈമാനിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നതിൻ്റെ ആവശ്യകത അവിടെയാണ് കടന്നു വരുന്നത്. ജീവിതത്തിന് മറ്റുള്ള ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കടന്ന് പറയുന്നതിൻ്റെ പിന്നാലെ പോയി അത് ഓർത്തുകൊണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വിശ്വാസികൾ. ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അവിടെയെല്ലാം ഈമാനിനെ വളർത്തിയെടുക്കാൻ, ഈമാനിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി റബ്ബുമായിട്ട് കൂടുതൽ അടുക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സമാധാനവും വിജയവും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നിർഭയത്വം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങൾ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ശ്രദ്ധാപൂർവം ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്ന ഒരു വചനം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് കൃത്യമായി ഈമാൻ കൈക്കൊള്ളുകയും ആ ഈമാനിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അമലു സാലിഹാത്തുകൾ പതിവായി പ്രവർത്തിക്കുകയും ചെയ്തവരായ ആളുകൾക്ക് അല്ലാഹ് ഒരു കാര്യം കൃത്യമായി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈമാനുള്ള അമലു സാലിഹാത്തുകൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിക്കും, നമ്മുടെ മുമ്പുള്ള മുൻഗാമികൾക്ക് ഈ ദുനിയാവിൽ എങ്ങനെയാണോ അല്ലാഹ് അവർക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത് അതുപോലത്തെ പ്രാതിനിധ്യം അല്ലാഹ് നമുക്ക് നൽകും. നമ്മുടെ പാദങ്ങളെ അല്ലാഹ് ഉറപ്പിച്ചു നിർത്തും. പിന്നെയോ വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, അതുപോലെ തന്നെ അവർക്ക് അല്ലാഹ് തൃപ്തിപ്പെട്ട് കൊടുത്തിട്ടുള്ള അവരുടെ ദീനിന്റെ മതത്തിന്റെ വിഷയത്തിൽ അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യും. അതായത് ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന വിഷയത്തിൽ യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ദീനിൽ അവർക്ക് എന്ത് ചെയ്യും? അല്ലാഹ് സ്വാധീനം കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവർ ഏതൊരു വിഷയത്തിലാണോ ഭയപ്പെട്ടിരുന്നത് ആ ഭയപ്പാടിന് ശേഷം അല്ലാഹ് അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും. അപ്പോൾ ഈ 3 അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് അല്ലാഹ് ഒരു കരാറ് പറയുന്നുണ്ട്. എന്താണ് ആ കരാറ്? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ, അവർ എന്നെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ മറ്റൊന്നിനെയും അവർ പങ്കുചേർക്കാൻ പാടില്ല. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആരെങ്കിലും ഈ കരാറിന് ശേഷം ആ കരാറിനെ ലംഘിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരായ ആളുകളാണ് യഥാർത്ഥമായ ധിക്കാരികൾ, അവർ അപകടകാരികളാണ്, അവർ നശിച്ചു പോകുന്നവരാണ്. അപ്പം നമ്മളൊക്കെ ഈ പറയുന്ന ഓരോ ആവശ്യമില്ലാത്ത ഭയപ്പാടുകൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 3 കാര്യങ്ങളും അല്ലാഹ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നെന്ത് ചെയ്യുക? അള്ളാഹിനോടുള്ള കരാറ് പൂർത്തീകരിക്കുക, റബ്ബിനെ മാത്രം ആരാധിക്കുക, ഷഹാദ പൂർത്തീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ മുവഹിദായി നമ്മൾ ശക്തമായി ജീവിക്കാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. രണ്ടാമത്തെ വിഷയം, ആ ഷഹാദയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അമലു സാലിഹാത്തുകൾ, നമസ്കാരം, മറ്റുള്ള ഇബാദത്തുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവരായ ആളുകൾക്കാണ് യഥാർത്ഥമായ അമ്ന നിർഭയത്വം ഈ ദുനിയാവിൽ ലഭിക്കുന്നത്. ആ ആളുകളാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയം കൈവരിക്കുന്നവരായ ആളുകൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളിൽ അമ്ന നിർഭയത്വം ലഭിക്കുന്ന അനുഗ്രഹീതരായ ആളുകളിൽ ഉൾപ്പെടാനുള്ള പരിശ്രമം സദാ നമ്മൾ നടത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് അവരുടെ എല്ലാം പ്രയാസങ്ങളും അസുഖങ്ങളും വേദനകളും പൂർണ്ണമായ ഷിഫയിലും ആഫിയത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും സന്തോഷവും നിർഭയത്വവും അല്ലാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അല്ലാഹു കൺകുളിർമ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, പിഞ്ചുമക്കൾ, റബ്ബിൻ്റെ സഹായം എത്രയും വേഗം അവർക്കുണ്ടാകുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈക്ക് അല്ലാഹു എത്രയും വേഗം പിടിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലെ വിദ്യാർത്ഥികളുണ്ട്, വിവിധ നാടുകളിൽ നിന്ന് പഠനാവശ്യവുമായി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അവരുടെ വിദ്യാഭ്യാസത്തിലും മുമ്പോട്ടുള്ള കാര്യങ്ങളിലും കൃത്യതയോടുകൂടി മുന്നേറുവാനും വിജയത്തിലേക്ക് എത്തുവാനും അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി വളരാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.